കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലാകമാനമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃനിരയിൽ പ്രശോഭിക്കുന്ന മുൻ പ്രതിപക്ഷ നേതാവും പലവട്ടം കേരളത്തിൽ മന്ത്രിയുമായിരുന്ന ശ്രീമാൻ രമേശ് ചെന്നിത്തല ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ തട്ടകമായ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കുകയാണ്. അവിടെ മത്സരിക്കുന്നതായിട്ടുള്ള BJPയുടെ സ്ഥാനാർത്ഥി ആകെക്കൂടെ ഇപ്പോൾ ഒരു ഏടാകൂടത്തിൽ ചെന്ന് പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ശ്രീമാൻ രമേശ് ചെന്നിത്തലയെ ഏതെങ്കിലും മാർഗത്തിൽ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്ന് ഒരുപാട് അന്വേഷിച്ചിട്ടും ഒരു ഗതിയുമില്ലാതെ വന്നപ്പോൾ അദ്ദേഹം ഇപ്പോൾ ആരും അറിയാതെ BJP പ്രവർത്തകർ പോലും വേണ്ട രീതിയിൽ അറിയാതെ ഒരു വ്യാജ വീഡിയോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI സഹായത്തോടുകൂടി ഈ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ പ്രചരിപ്പിച്ചിരിക്കുകയാണ്. സന്ദീപ് വചസ്പതി എന്ന് പറയുന്ന ആളാണ് BJPക്ക് വേണ്ടി അവിടെ മത്സരിക്കുന്നത്. ഏതാണ്ട് ആനയും കട്ടുറുമ്പും തമ്മിലുള്ള സാദൃശ്യമാണ് രമേശ് ചെന്നിത്തലയും ഈ പറയുന്ന സന്ദീപ് വചസ്പതിയുമായി ഉള്ളത് എന്നാണ് സരസമായി ആളുകൾ ചിത്രീകരിക്കുന്നത്. അദ്ദേഹം ഈ സന്ദീപ് വചസ്പതി യഥാർത്ഥത്തിൽ ചെങ്ങന്നൂരിൽ മത്സരിക്കാനാണ് ആദ്യം കച്ചയൊക്കെ മുറിക്കിയത്. എന്തുകൊണ്ടോ ചെങ്ങന്നൂർക്കാർക്ക് അദ്ദേഹത്തെ വേണ്ട എന്ന് പറഞ്ഞതാണോ, അദ്ദേഹം സ്വയം ചെങ്ങന്നൂർ വേണ്ട എന്ന് പറഞ്ഞതാണോ, എന്തായാലും അദ്ദേഹം ബന്ധപ്പെട്ടത് ഇപ്പോൾ ഈ പറയുന്ന ഹരിപ്പാടാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ശ്രീമാൻ രമേശ് ചെന്നിത്തലയെ നേരിടാൻ ജീവിതത്തിൽ ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തിൽ വരുന്ന BJPയുടെ സ്ഥാനാർത്ഥിയായ സന്ദീപ് വചസ്പതി കണ്ടുപിടിച്ച ഒരു വലിയ മാർഗമാണ് ഒരു വ്യാജ AI പ്രചാരത്തിലാക്കുക. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതിനേക്കാൾ വളരെ വിചിത്രമാണ്. അതായത് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ഒരു ഹൈന്ദവ വിശ്വാസികൾക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരാളാണെന്നാണ് അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും, ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ളവർക്ക് വരെ അറിയാം, വളരെ തികഞ്ഞ ഒരു ഈശ്വര വിശ്വാസിയും ക്ഷേത്ര ദർശനം മുടങ്ങാതെ നടത്തുകയും ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ അദ്ദേഹം വ്രതമനുഷ്ഠിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം വരെ പോവുകയും ചെയ്യുന്ന തികഞ്ഞ ഒരു ഈശ്വര വിശ്വാസിയാണ് ശ്രീ രമേശ് ചെന്നിത്തല എന്നുള്ളത് കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയുള്ളിടത്താണ് ഇതുപോലെ വളരെ ഹീനമായ രീതിയിൽ തരംതാണ ഒരു വ്യാജ വീഡിയോയുമായി രംഗത്തിറങ്ങിയിരിക്കുന്ന ഈ സന്ദീപ് വചസ്പതി എന്ന് പറയുന്ന ഒരു BJPയിലെ ഒരു നിലവാരമില്ലാത്ത തരംതാണ, ഏതാണ്ടൊരു 8ാം നിലയിലെങ്കിലും നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി രംഗത്ത് വന്നിരിക്കുന്നത്. അതുപോലെ വലിയ ഒരു ഏടാകൂടത്തിലാണ് ചെന്ന് പെട്ടതെന്ന് അദ്ദേഹം ഇപ്പോൾ തിരിച്ചറിഞ്ഞു. കാരണം ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ BJP പ്രവർത്തകരുടെ ഇടയിൽ തന്നെ ഈ വീഡിയോ ശുദ്ധ അസംബന്ധമാണ്, ഇതിനകത്ത് വസ്തുതകളല്ല, ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയെ ബോധപൂർവം വ്യക്തിഹത്യ നടത്തുന്നതിനും കരിവാരി തേയ്ക്കുന്നതിനും വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് തിരിച്ചടിക്കുമെന്ന് BJPയിലുള്ള പ്രവർത്തകർ തന്നെ പറഞ്ഞതിൻ്റെ ഫലമായി ഇപ്പോൾ ഏതാണ്ട് മിക്കവാറും സന്ദീപ് വചസ്പതി കണ്ടം വഴി ഓടാൻ ഇപ്പം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് ജനം പറയുന്നത്. ഇയാൾക്ക് ആരാണ് ഈ ഹീനമായ ബുദ്ധി പറഞ്ഞു കൊടുത്തതെന്നുള്ളതിനെക്കുറിച്ചൊന്നും നിശ്ചയമില്ല. എന്തായാലും തെരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തോട് അദ്ദേഹം ഓരോ തെരഞ്ഞെടുപ്പിലും ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ തൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് ലോകത്തിൻ്റെ ആകെ ശ്രദ്ധ നേടിയ തലത്തിലാണ് ശ്രീമാൻ രമേശ് ചെന്നിത്തല രാഷ്ട്രീയ രംഗത്ത് കഴിഞ്ഞ ദശാബ്ദങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ കരിവാരി തേയ്ക്കാൻ ഇതുപോലെയുള്ള ഏഴാംകൂലികളൊക്കെ ഇങ്ങനെയുള്ള വ്യാജ പ്രചരണങ്ങളുമായി ഇറങ്ങുമ്പോൾ അവരുടെ നിലവാരം എത്ര താഴ്ന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ശ്രീമാൻ രമേശ് ചെന്നിത്തലയ്ക്ക് പ്രയോജനമാണ്. കാരണം ഇതുപോലെയുള്ള തരംതാണ ആളുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൊമ്പനാനയെ കട്ടുറുമ്പ് കടിക്കുന്നു എന്ന് പറയുന്ന ഹാസ്യമായിട്ടുള്ള കുട്ടികളൊക്കെ പറയുന്ന കഥ പോലെ, അങ്ങനെ ഒന്ന് ഇത് കടിക്കാനിറങ്ങി പുറപ്പെട്ട ഈ കട്ടുറുമ്പ് ഈ കേരളത്തിന് ആകെ അപമാനമാണ് എന്ന് തെളിയാൻ പോവുകയാണ്. ആ തരത്തിലുള്ള വ്യാജ വീഡിയോയ്ക്കെതിരായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന BJP സ്ഥാനാർത്ഥി സമാധാനം പറയേണ്ടി വരും. നിയമപരമായ നടപടികൾക്ക് വിധേയനാകേണ്ടതായിട്ട് വരും. ഇയാളെ ഇതിന് പ്രേരിപ്പിച്ച ആളുകളെ മുഴുവൻ കണ്ടെത്തും. ഇയാൾക്ക് ഇത്ര ദുർഗതി വന്നത് ആരുടെയെങ്കിലും ഭയപ്രേരണ കൊണ്ടാണോ എന്നുള്ളതും അന്വേഷിച്ച് കണ്ടെത്തുകയും തക്കതായിട്ടുള്ള ശിക്ഷണ നടപടികൾക്ക് വിധേയമാവുകയും ചെയ്യും. പാർട്ടി തന്നെ ഇയാളെ ഇനിയെങ്കിലും ഇത്തരം പരിപാടികൾ നടത്തുന്നതിൽ നിന്ന് പിന്മാറ്റുകയോ അല്ലെങ്കിൽ പാർട്ടിയുടെ ആഭ്യന്തരമായിട്ടുള്ള നടപടിക്രമം അനുസരിച്ച് ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക വേണം. കാരണം ഇത് BJPക്ക് തന്നെ അപമാനമുണ്ടാക്കിയ ഒരു വ്യാജ വീഡിയോ ആണ്.
AI-യുടെ സഹായത്തോടു ഉണ്ടാക്കി ഈ പറയുന്ന ഹരിപ്പാട് പോലെയുള്ള നിയോജകമണ്ഡലത്തിൽ അദ്ദേഹം ഈശ്വര നിഷേധിയാണ്, ഹൈന്ദവ വിശ്വാസ വിരോധിയാണ്. ശബരിമല കേസിലൊന്നും കാര്യമായത് നമുക്കെല്ലാവർക്കും അറിയാം. ശബരിമല കള്ളക്കടത്ത് കേസിലും അതുപോലെ അവിടെ സ്ത്രീ പ്രവേശന സംബന്ധിച്ചുമൊക്കെയുള്ള കാലങ്ങളിൽ വിഷയങ്ങളിലൊക്കെ ശ്രീ രമേശ് ചെന്നിത്തല എത്ര വളരെ ആർജവത്തോടുകൂടി അതിശക്തമായ നിലപാടാണ് യാതൊരു മാറ്റവുമില്ലാതെ തുടക്കം മുതൽ ഒടുക്കം വരെ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. അതിനിടയ്ക്കാണ് ഇതുപോലെയുള്ള വില കുറഞ്ഞ തരം താണ ഒരു നെറികെട്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ഒരുത്തൻ ഇറങ്ങിയിരിക്കുന്നത്. അയാൾ എന്തായാലും ഇതിന് സമാധാനം പറയേണ്ടി വരും, വലിയ വില കൊടുക്കേണ്ടി വരും. ഇത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ശ്രീമാൻ രമേശ് ചെന്നിത്തലയുടെ ഭൂരിപക്ഷം വീണ്ടും വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ വളരെ കുറച്ച് സമയം ചെലവഴിച്ചിട്ടുള്ളൂ. അദ്ദേഹം ചെലവഴിച്ചത് മുഴുവൻ മറ്റുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി കേരളം മുഴുവൻ സഞ്ചരിക്കുകയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ജന്മനാട് ഉൾപ്പെടുന്ന തട്ടകമായിട്ടുള്ള ഹരിപ്പാട് അദ്ദേഹത്തിന് പ്രചരണം നടത്തി വോട്ട് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സർവ്വസ്വീകാര്യനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. കളങ്കരഹിതമായി പൂർണ്ണ സമയ വിശ്വാസിയായി, ഈശ്വര വിശ്വാസിയായി പ്രവർത്തിക്കുന്ന നിർമ്മലമായിട്ടുള്ള കളങ്കമില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവെന്ന അംഗീകാരം ലഭിച്ച ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹരിപ്പാട് വിജയത്തിൻ്റെ മാറ്റ് വർദ്ധിച്ചിരിക്കുന്നു. ഇതുപോലെയുള്ള ഈ നാണം കെട്ട ചില സ്ഥാനാർത്ഥി വേഷം കെട്ടിയ ചില വികൃത രൂപങ്ങളൊക്കെ മിക്കവാറും താമസിയാതെ ഓടി ഒളിക്കുകയും അവർ ചെയ്തതായിട്ടുള്ള ഹീനകൃത്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ തെളിഞ്ഞു വരുന്ന വസ്തുത.